നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിരവധി ദുരന്തങ്ങൾ, സന്തോഷങ്ങൾ, സങ്കടങ്ങൾ എല്ലാം അടങ്ങിയിട്ടുണ്ടാകും. ഒരുപക്ഷെ നമ്മൾ കുറെ കാലം കഴിഞ്ഞ് ചിന്തിക്കുമ്പോൾ ഈ ദുരന്തങ്ങളെല്ലാം തമാശകളായി മാറുന്ന ഒരു കാഴ്ച പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള ഒരു പുസ്തകം എടുത്ത് വായിക്കാനിടയായി. KS അനിയൻ എഴുതിയിട്ടുള്ള ഡോക്ടർ VP ഗംഗാധരന്റെ ഒരുപാട് അനുഭവങ്ങൾ. ശരിക്കും ഡോക്ടർ ഒരു ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ആണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ സ്ഥിരമായിട്ട് കാണുന്ന രണ്ടാളുകളുടെ കഥ പറയുന്നുണ്ട്. അതിലൊന്ന് ഏലിയാസ് അച്ഛനാണ്. ഏലിയാസ് അച്ഛന് തൈറോയിഡ് ക്യാൻസർ ആയിരുന്നു. അങ്ങനെ ക്യാൻസർ എല്ലാം പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമായി തിരികെ അദ്ദേഹത്തിന് ഇടവകയിലേക്ക് എത്തുന്നു. ഇടവകയിലേക്ക് എത്തിയ സമയത്ത് പള്ളിയിലേക്ക് ആളുകളുടെ വരവ് ഗണ്യമായി കുറഞ്ഞു. കുർബാനകളിൽ പങ്കെടുക്കുന്ന ആളുകൾ കുറഞ്ഞു. കുട്ടികൾ പാട്ട് പഠിക്കാൻ വരുന്ന കുട്ടികളുടെ എണ്ണം കുറയുന്നു. അങ്ങനെ വല്ലാത്തൊരു വിഷമം. കാരണം നമ്മുടെ സമൂഹത്തിലായിട്ടുള്ള ഒരു ഡോഗ്മ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഏലിയാസ് അച്ഛൻ ഒരിക്കൽ ഡോക്ടറെ അടുത്തിട്ട് പോയി പറയുന്നുണ്ട്, ഡോക്ടറെ, ഇപ്പൊ ഞാൻ ഉള്ള പള്ളിയിൽ ആളുകൾ വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമേ വരുന്നുള്ളൂ. കാരണം അവർക്കൊക്കെ ചെറിയ ഭയമുണ്ട്. കാരണം ഒരു ക്യാൻസർ രോഗിയുടെ അടുത്തേക്കാണല്ലോ വരുന്നത്. ഞാൻ ഭേദമായി എന്ന് പറയുമ്പോഴും അവർ ഉൾക്കൊള്ളാൻ പലപ്പോഴും പ്രയാസപ്പെടുന്നുണ്ട്. ഞാനൊന്ന് ആലോചിച്ചു, എനിക്ക് ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കാൻ വളരെ പ്രയാസമുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് വിവാഹം ചെയ്താലോ എന്ന് ആലോചിക്കാം. ഡോക്ടർ എന്ത് പറയുന്നു? അപ്പൊ ഡോക്ടർ പറയുന്നു, ഏലിയാസ് അച്ഛൻ, നിങ്ങളത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. കാരണം നിങ്ങൾക്ക് ഒരാളിപ്പം കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ഏലിയാസ് അച്ഛൻ പറയുന്നുണ്ട്, ഡോക്ടറെ, നിങ്ങൾ അറിവിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എനിക്ക് പറഞ്ഞു തരണം കേട്ടോ എന്ന് പറയുന്നു. ഡോക്ടർ ചിരിച്ചിട്ടോ അതിനെന്താ എന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ച് പള്ളിയിലേക്ക് പോകുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ രാത്രി ഒരു 12 മണിയായിട്ടുണ്ടാകും. ആ സമയത്ത് ഡോക്ടറിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്ന സമയത്ത് പറയാണ്, കോലഞ്ചേരിയിൽ നിന്ന് ഏലിയാസ് അച്ഛനാണേ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടായി. ഡോക്ടർക്ക് ആകെ ആദി, ഇനി എന്തെങ്കിലും സംഭവിച്ചു പോയോ? കാരണം അദ്ദേഹത്തിന് ശരിയായ രീതിയിൽ അല്ലെങ്കിൽ വിവാഹം ആലോചിക്കുന്ന സമയത്ത് പാതി വഴി മുടങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ എന്തെങ്കിലും പെട്ടയാൾക്ക് വീണ്ടും ഈ രോഗം വന്നോ എന്നൊരു ഭയം ഡോക്ടർക്കുണ്ട്. അങ്ങനെ ഒരു 5 മിനിറ്റിന് ശേഷം വീണ്ടും കോൾ വരുന്നു. ഡോക്ടർ റേഞ്ച് പോയതാണ് കേട്ടോ. ഇത് എന്റെ ജീവിതത്തിൽ നിന്ന് ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസം ഉണ്ടായി. ആ സംഭവം എങ്ങനെയാണ്? ഞാൻ ഇന്നൊരു പെണ്ണ് കാണാൻ പോയി ഡോക്ടറെ. പെണ്ണ് കാണാൻ പോയപ്പോൾ അവിടെ ആദ്യം അവര് എന്നോട് പറഞ്ഞത്, ഞാനും ഒരു ക്യാൻസർ രോഗിയായിരുന്നു ഒരു 3 വർഷം മുന്നേ. ആ ക്യാൻസർ രോഗം ഭേദമായി എന്നുള്ളത്. അപ്പൊ തന്നെ എനിക്ക് ഏറെക്കുറെ ഉറപ്പായിരുന്നു, എന്തൊക്കെ വന്നാലും ഇവർക്ക് എന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റൊന്നും നോക്കാതെ ഞാൻ വിവാഹം ചെയ്യുമെന്ന്. അങ്ങനെ ഇവർ അതിനുള്ള തയ്യാറെടുപ്പ് സംസാരിച്ചു തുടങ്ങി. സംസാരിക്കുന്ന സമയത്ത് ഏലിയാസ് അച്ഛൻ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ക്യാൻസർ രോഗം എവിടെ നിന്നാണ് മാറിയത്? അപ്പൊ ഇവർ പറയുന്നുണ്ട്, ഇവർ കാണാൻ പോയ ആ സ്ത്രീയുടെ പേര് ആനി എന്നായിരുന്നു. ഇവർ പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് അറിയാൻ ചാൻസ് ഒന്നുമില്ല, അതൊരു ചെറിയ ക്ലിനിക്കാണ്. ആ ഡോക്ടറുടെ പേര് ഗംഗാധരൻ എന്നായിരുന്നു. അപ്പൊ ഏലിയാസ് അച്ഛൻ, ഓ, നമ്മുടെ ഗംഗാധരൻ ഡോക്ടറോ, എന്നെയും ചികിത്സിച്ച് ഭേദമാക്കിയ അദ്ദേഹമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് ശരിക്കും എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ നിമിഷമാണ്. കാരണം ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിലേക്ക് ഒന്നിക്കാൻ പ്രേരകമായത് ഡോക്ടറാണല്ലോ എന്നുള്ളത്. അതൊക്കെ പറഞ്ഞു വരുമ്പോൾ, ഡോക്ടറെ, അവരെന്നേക്കാളും കുറച്ചും കൂടെ വയസ്സിന് താഴ്ന്നതാണെങ്കിലും ക്യാൻസറിന്റെ കാര്യത്തിൽ ഒരു 4-5 വർഷം എന്നേക്കാൾ മുതിർന്നതായിരുന്നു ഡോക്ടറെ എന്ന് പറയുന്നുണ്ട്. ഇത് തമാശ രൂപേണയാണ് അദ്ദേഹം പറയുന്നത്. എത്ര തമാശയോടെയാണ് കഴിഞ്ഞുപോയ ദുരന്തത്തെ ഏലിയാസ് അച്ഛൻ പറഞ്ഞു തീർക്കുന്നത്.